ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു? എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ എനർജി ഉണ്ടാവും. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആയിരിക്കുക. അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ കാർഡുകളെന്ന് നമുക്ക് നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെന്നും നമുക്ക് നോക്കാം. എന്താണ് മുന്നോട്ടേക്ക് പോകാൻ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നോക്കാം. കാർഡുകൾ നോക്കാം. ഹെയറോഫന്റ്, 6 of Wands, Wheel of Fortune, 5 of Wands, 2 of Pentacles, High Priestess, ബോട്ടം ഡെക്ക് 9 of Pentacles ആണ്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോവാം. വന്നിരിക്കുന്ന കാർഡുകൾ ഹെയറോഫന്റ്, 6 of Wands, Wheel of Fortune, 5 of Wands, 2 of Pentacles, High Priestess, 9 of Pentacles ആണ് ബോട്ടം ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഹെയറോഫന്റ് നോക്കാം എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഗൈഡിനെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഒരു മെൻറ്ററെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന തരത്തിലൊരു എനർജി. ചിലരൊക്കെ അമ്പലത്തിൽ പോകുന്നു, അമ്പലം പോലുള്ള കാര്യങ്ങൾ, അത് ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. ആരാധനയിൽ പോവുകയും അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള എനർജി. ഒരു പുരോഹിതൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ട്രഡീഷണലി നമ്മൾക്ക് അനുഗ്രഹം തരുന്ന വ്യക്തികളുടെ അടുത്ത് പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്ന തരത്തിലൊരു എനർജി. അതുപോലെ നിങ്ങൾ അനുഗ്രഹം വാങ്ങുന്ന തരത്തിലൊരു എനർജി. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് മെൻറ്റർ ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഒരു ഗൈഡൻസിനായിട്ട് വരുന്നു, നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. അതുപോലെ തന്നെ അവരെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ സഹായിക്കുന്ന തരത്തിലുള്ള എനർജി ആണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതുമായിരിക്കാം. നിങ്ങൾ ഒരു മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഒരു ഗൈഡൻസ് എടുക്കുന്നത് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. ഒരു കല്യാണം ഉള്ള ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ടും ആണ്. പിന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഗുരുവിനെ ലഭിക്കാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലരൊക്കെ ഇത് ഒരു ഫോർഗീവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി നിങ്ങളോട് ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഫോർഗീവ് ചെയ്യാത്തവർ ആരോടെങ്കിലും ഫോർഗീവ്നെസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്നതായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കുന്ന തരത്തിലുള്ള എനർജി, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുന്ന തരത്തിലുള്ള എനർജി, ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി, പുതിയതായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു വിശ്വാസം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഹീറോഫെൻറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ചിലപ്പോൾ ജാതി വ്യത്യാസത്തിലോ മതവ്യത്യാസത്തിലോ അങ്ങനെയുള്ള തരത്തിലുള്ള
ഒരു കല്യാണമായിരിക്കാനും സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി, അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ സമൂഹം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമൂഹം പേടിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്തോ കാര്യം ചെയ്യുന്ന തരത്തിൽ ഒരു എനർജി കൂടിയാണ് ഇവിടെ ഹീറോഫിൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വേണ്ടാത്ത തരത്തിലുള്ള പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക, പോകാതിരിക്കുക. സോഷ്യലി നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക. സോഷ്യലി പോകുന്ന നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഹീറോഫിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. അടുത്തത് 6 ഓഫ് വാൺസ് ആണ്. ഇവിടെയും ഒരു കല്യാണത്തിൻ്റെ എനർജി തന്നെയാണ്. ആഘോഷം, കല്യാണം, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. നിങ്ങളെ ഒരു ലൈം ലൈറ്റിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങളുടെ പാഷന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നു. ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ്. ഒരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങളിലേക്കൊരു റീയൂണിയൻ നടക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അവരുമായിട്ട് നിങ്ങൾ ഒരു ചായ കുടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് 6 ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്. മോസ്റ്റ്ലി കുറേ പേർക്ക് കല്യാണങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഉത്സവത്തിൻ്റെ ഇതിലുള്ള തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. വാദ്യഘോഷങ്ങളോടുകൂടി ഉള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വിജയം, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ടാവാം എന്നും കൂടി ഉള്ളതാണ് ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, ഇവിടെ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറങ്ങുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മത്തിനുള്ള ഒരു ഇത് നിങ്ങളിലേക്ക് ലഭിക്കുന്നു. അതിനുള്ള ഫലം, റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു. ഒരു കർമ്മ എൻഡിങ് കൂടിയാണ്. ഒരു കർമ്മ സൈക്കിൾ ഇവിടെ എൻഡ് ചെയ്യുന്നു. പലർക്കും നല്ലത് ചെയ്തവർക്ക് നല്ലതിനുള്ള റിസൾട്ട് ലഭിക്കുന്ന തരത്തിലൊരു എനർജി ആ ഒരു കർമ്മ സൈക്കിൾ എൻഡ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ മോശം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എൻഡ് ചെയ്ത് അത് ആ മോശം എന്നുള്ളതിനെ നല്ലതിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. ആ മോശം കാര്യങ്ങൾ മാറി അത് എൻഡ് ചെയ്തിട്ട് നല്ലതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗുഡ് കർമ്മ ചെയ്യുന്നവർക്ക് ഗുഡ് ലക്കാണ് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിസൾട്ട് ലഭിക്കുന്ന സമയം കൂടിയാണ്. ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു, പണം വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങളെ മാറ്റുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ജോലികളിൽ നിന്നായിരിക്കാം അതിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നു. ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു പ്രമോഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള എനർജി. അതായത് ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത് യൂണിവേഴ്സിന് മാത്രമാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അപ്സ് ആയിരിക്കും, ചിലപ്പോൾ ഡൗൺസ് ആയിരിക്കും. നിങ്ങൾ എന്താണോ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് നിങ്ങളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ എന്താണ് ഒരു നറുക്കെടുപ്പ് ഭാഗ്യം, അതുപോലെ തന്നെ ചിട്ടിയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പണം നിങ്ങളിലേക്ക് വരാനുള്ളത്, അബണ്ടൻസ്. അതുപോലെ ചിലർക്കൊക്കെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യം അതായത് നറുക്കെടുപ്പിൽ നിങ്ങൾ വിജയാവുന്ന തരത്തിലുള്ള എനർജിയും കൂടിയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറയുന്നത്. ചിലർക്കൊക്കെ ഒരു ട്രാവലാണ്, അതുപോലെ തന്നെ ചേഞ്ചാണ്. പിന്നെ പലരും നിങ്ങളെ കുറ്റം പറഞ്ഞ പലരും അതിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാത്തവർ പോലും നിങ്ങളോട് സംസാരിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്.
അതായത് നിങ്ങൾക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. അതായത് നിങ്ങളുടെ ലക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കാര്യത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യമുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ ഇന്ന് വന്ന് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അടുത്തത് ഫൈവ് ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ കാണുന്നത്. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻ്റ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും. ടെൻഷൻ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ തന്നെയാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ, നിങ്ങൾക്കറിയാവുന്ന വ്യക്തികൾ, നിങ്ങൾ സുഹൃത്തുക്കളെ പോലെ കണ്ട വ്യക്തികൾ, നിങ്ങൾ അത്രയധികം വിശ്വസിച്ച വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, മെൻ്റലി നിങ്ങൾക്കൊരു വിഷമം വരുന്നതായിട്ടും സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലിയും നിങ്ങൾക്ക് വല്ലാതെ വിഷമം വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു 5 ഓഫ് വാൺസിൻ്റെ എനർജി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ധൈര്യം കൊണ്ടും കോൺഫിഡൻസ് കൊണ്ടും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു പാഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നതാണ്. അതിനെ ഓവർകം ചെയ്താൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എന്നുള്ളൊരു ഇതാണ് പറയാനുള്ളത്, ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ കൂടുതലും യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആയിരിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. എപ്പോഴും ഐ എം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള ഒബ്സ്റ്റക്കിൾസൊക്കെ പലതും നിങ്ങൾക്ക് മറികടക്കാനാവും. കൂടുതലും പ്രാർത്ഥന നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാട്ടിലും എന്തോ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ഇടിച്ചു താഴ്ത്താനും അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താനും അവർ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കഴിവിനെ നിങ്ങൾ ഉൾക്കൊള്ളുക. അതായത് എനിക്ക് അവരെക്കാട്ടിലും കഴിവുണ്ട്, എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിൽ പവർ കൊണ്ടുവരിക എന്നുള്ളതാണ് 5 ഓഫ് വാൺസിൻ്റെ ഇതിൽ പറയാനുള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻ, ഡിസഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നും മാറുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ തളരരുത്, മുന്നോട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്തത് 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹെൽത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, തലവേദന ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, നല്ല റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങളിലേക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. അതായത് നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാവും. ഒരു ജഗ്ലിംഗ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ. എന്ത് ചെയ്യണം, അത് വേണോ ഇത് വേണോ എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ഇതെടുക്കണോ അതെടുക്കണോ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ളത്. അതിൽ ഒരു ഡിസിഷന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യുക. നിങ്ങളുടെ സമയം, ചിലപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഇൻഫിനിറ്റായിട്ട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ നിങ്ങൾ കറക്റ്റ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും
പറ്റും. അതുപോലെ തന്നെ എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടൈമിനെയെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഇത് വേണോ ഇത് വേണോ എന്നുള്ള സിറ്റുവേഷൻ, അതിനെ ഒന്ന് നിങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഇൻഡ്യൂറ്റീവായിട്ട് പല കാര്യങ്ങളും ഒരു ഇൻഡ്യൂഷൻസ് വരും എന്നുള്ളതാണ്. ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ചിലപ്പോൾ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളിലേക്ക് ഒരു രഹസ്യം നിങ്ങളിലേക്ക് അറിയുന്ന പോലുള്ളൊരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉൾബോധത്തിൽ നിന്നും നിങ്ങളിലേക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി അതിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു പവർ നിങ്ങളിലേക്ക് കൂടുന്ന തരത്തിലൊരു എനർജിയാണ്. അതിനെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും കൂടെ പറയുന്നതാണ് ഇവിടെ. അത് നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് അതിനെ സ്വായത്തമാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഉൾബോധത്തെ കൊണ്ടുപോകാനാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ഉൾവിളി ശ്രദ്ധിക്കാനും ഉൾബോധത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആവാനുമാണ് പറയുന്നത്. അതായത് സ്പിരിച്വലി അവേക്കനിങ്ങിലൊക്കെ വന്ന വ്യക്തികൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ ഭക്തി, അതുപോലെ തന്നെ ഒരു ഭക്തി മാർഗത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഹൈലി അവർ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇവിടെയും ഒരു അമ്പലം ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു എനർജി കൂടിയാണ് അമ്പലം എന്നുള്ളത്. പിന്നെ നിങ്ങളെ തന്നെ വിശ്വസിക്കാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതും കൂടെ ആണ് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിൽ ഇവിടെ കണക്റ്റ് ആവുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ അവരുടെ ഉള്ളിൽ ആ ഒരു ഡിവൈൻ ഫെമിനൈൻ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ഡിവൈൻ ഫെമിനൈനെ കണ്ടെത്തുന്നു, അതിനെ കണക്റ്റ് ആവുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സൃഷ്ടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ഡിവൈൻ ഫെമിനൈനുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവണം എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അടുത്തത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള ഇത് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ലക്ഷറി നിങ്ങളിലേക്ക് വരുന്നു, അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. അബണ്ടൻസ് നിങ്ങളെ തേടി എത്തുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വീൽ ഓഫ് ഫോർച്യൂണും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. മറ്റുള്ളവർ അതിനെക്കുറിച്ച് നിങ്ങളെ വളരെയധികം നല്ല രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മറ്റുള്ള വ്യക്തികൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി അത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ നിങ്ങൾ നേടിയിട്ടുള്ള നിങ്ങളുടെ അറിവ് വെച്ചിട്ട്, നിങ്ങളുടെ റിസൾട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം, റിസൾട്ട്, ഇതിലൊക്കെ നിങ്ങൾ അഭിമാനിച്ചുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. നിങ്ങളിലേക്ക് റിവാർഡ്സൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, സെൽഫ് കെയർ ചെയ്യുന്നു. കാരണം ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടും നിങ്ങളെ കെയർ ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾക്ക് പല തിരിച്ചടികളും കിട്ടിയിട്ടുണ്ടാവാം യൂണിവേഴ്സിൽ നിന്നും. അതിലൂടെ നിങ്ങളതിനെ തിരിച്ചറിയുകയും നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നല്ല പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ നോക്കിയിട്ട്
നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അതായത് നിങ്ങളെ ഒരു റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ പറയുന്ന ഒരു എനർജിയാണ്. ചിലർക്കൊക്കെ ഒരു പ്രഗ്നൻസിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഇതുതന്നെയാണ്, നിങ്ങൾക്ക് സമൃദ്ധി, വിജയം, ഭാഗ്യം ഒക്കെ വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നേച്ചറുമായിട്ട് കൂടുതൽ ഇടപഴകുന്നൊരു സമയം കൂടിയാണ്. അങ്ങനെ അല്ലാത്തവർ നേച്ചറുമായിട്ട് കൂടുതൽ ഒന്നും കൂടി അടുത്ത് നിൽക്കുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ഗ്രൗണ്ടഡ് ആയിരിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ചില്ലാവാനുള്ളൊരു സമയം കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചില്ല് ചെയ്യുന്നു, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് എന്ന് നോക്കാം. അപ്പോൾ വളരെ നല്ല കാർഡുകളാണ്, നല്ല എനർജീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് വിജയം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ തീരുമാനിക്കുക. പ്രയോറിറ്റീസ് നോക്കുക, മൾട്ടിപ്പിൾ പ്രയോറിറ്റീസിന് ആ ഒരു ബാലൻസ് നേടുക എന്നുള്ളതാണ്. പിന്നെ അബണ്ടൻസ് വരുന്നുണ്ട്, പണം വരുന്നു, വിജയം വരുന്നു, സക്സസ്, പാർട്ട്ണർ, കല്യാണം, ആഘോഷം, അമ്പലം, ആരാധന, ഇൻഡ്യൂഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിവാകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതൊക്കെ നിങ്ങളിലേക്ക് പോസിറ്റീവ്സ് ഒക്കെ എത്തട്ടെ. ഇവിടെ ഈ കോൺഫ്ലിക്റ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. ഏഞ്ചൽസിനോട് എന്താ ചോദ്യം ചോദിച്ചതിനുള്ള ഗൈഡൻസ് നോക്കാം. ഫോർഗീവ്നെസ്, യെസ്, ഇവിടെയും ഫോർഗീവ്നെസ് തന്നെയാണ് പറഞ്ഞത്, ഇവിടെയും ഫോർഗീവ്നെസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ, നിങ്ങളെ വിഷമിപ്പിച്ചവർക്കും നിങ്ങൾ വിഷമിച്ചവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഫോർഗീവ് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അത് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ തന്നെ എടുക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ തന്നെ റീകൺസിഡർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അതിൽ ഒരു റീകൺസിഡറേഷൻ, വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. പോട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടും ആ സിറ്റുവേഷൻ. ഓക്കെ, നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒന്ന് അറിയാനായിട്ടുണ്ടാകും കേട്ടോ. അതാണ് ഒന്നും കൂടി അത് പരിഗണിക്കാൻ, ആ സിറ്റുവേഷൻ ഒന്നും കൂടെ പരിഗണിക്കാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടാവും, അത് റീകൺസിഡർ ചെയ്യണം. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ് ആസ് യു ഫോർഗീവ് യുവർ പാരൻസ്. അപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ, ചിലർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, പാരൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഫാമിലി ഇഷ്യൂസ് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. അവരോട് ഫോർഗീവ് ചെയ്യാം. ഇവിടെയൊക്കെ ഫോർഗീവ്നെസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്യാം. എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം, കറക്റ്റായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഡിസെപ്ഷൻ, ഈ ഒരു കാർഡ് എത്ര തവണ വന്നു എന്നറിയോ? ഡിസെപ്ഷൻ, സമ്മൺ ഈസ് വിയറിങ് എ ഫാൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി എന്താണ് ഫാൾസ് സെൽഫ് മാസ്ക്, സ്വയം ഒരു മാസ്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളെ മാസ്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ യഥാർത്ഥ സെൽഫിനെ ആ മറ്റൊരു വ്യക്തി, മറ്റേ പേഴ്സൺ ഇഷ്ടപ്പെട്ടുകൊള്ളും. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ആരാണോ, യഥാർത്ഥത്തിൽ എന്താണോ അത് ഷോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല, മാസ്ക് എടുത്ത് മാറ്റാനാണ് പറയുന്നത്. പാഷൻ, അലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. ഓക്കെ,
നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിനെയും നല്ല പാട്ടും പാടി മുന്നോട്ടേക്ക് ജോയ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. നിങ്ങളുടെ പാഷനൊപ്പം പോകാനാണ് പറയുന്നത്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസും കൂടെ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അതിൽ എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ചാൻസും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാൻസ് കൊടുത്തു നോക്കൂ വർക്കാവുമോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, വ്യൂവേഴ്സിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാം. പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ, ആദ്യം തന്നെ പറയാം. പേയ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള എനർജി കണക്റ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കുക. പേയ്മെൻറ്റിലൂടെയാണ് അവർ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബി പോസിറ്റീവ്, ബി ഹാപ്പി, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.